Praise Lord. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर का नाम का महिमा हो. നമ്മള് കർത്താവിന്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ സംസാരം കേൾക്കുവാനും ആഗ്രഹിക്കുന്നവരാണ്. हम लोग जब भी प्रभु की उपस्थिति में आते समय में हम लोग वो लोग हैं जो हमेशा प्रभु की ओर से कुछ वचन या बातें सुनने का आग्रह रखते हैं. ദൈവത്തിന്റെ ആലോചനകൾ നമ്മൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ ഒരു നമ്മൾ ദൈവസന്നിധാനത്തിൽ വന്നതിന് ഒരു അർത്ഥമില്ലാതായി വരും. और यदि प्रभु की ओर से प्रभु का वचन अगर हमको मिलता नहीं है तो फिर प्रभु की उपस्थिति में आने का फिर कोई अर्थ नहीं बनता. കാരണം നമ്മൾ ഒരാളിനെ കാണാൻ പോകുമ്പോൾ ആ ആളിനെ കാണാൻ പോകുന്നതിലുള്ള ഉദ്ദേശത്തെ നമ്മൾ നിവർത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടം വരെ പോകുന്നത് വെറുതെയായി. अगर हम लोग कोई व्यक्ति को अगर हम मिलने जाते हैं, उस मिलने जाते समय में जिस उद्देश्य से उनके पास गया था वो उद्देश्य ही अगर पूरा नहीं हो रहा है तो मिलकर क्या फायदा. നമുക്കൊരു വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 13-ാം അധ്യായം. हम लोग एक वाक्य हम लोग पढ़ेंगे अय्यूब का पुस्तक उसका 13 अध्याय ഇതിന്റെ 3-ാമത്തെ വാക്യം. उसका 3रा वाक्य में हम इस तरह हम देखते हैं अय्यूब 13 का 3. മലയാളം മേക്കറിനാണ്. ഓക്കെ. സർവശക്തനോട് ഞാൻ സംസാരിക്കാൻ ഭാവിക്കുന്നു, ദൈവത്തോട് വാദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് വാദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അതിന്റെ മൂലഭാഷയിൽ നമ്മൾ നോക്കിയാൽ ഐ ഡിസയർ ടു റീസൺ വിത്ത് ഗോഡ്, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मैं परमेश्वर के साथ जस्ट अ सेकंड अय्यूब 13 का 3 में जब हम पढ़ते समय में प्रभु की ओर से जब मैं बातें मैं करना चाहता हूं उनसे मैं ईश्वर की ओर से मैं वचन चाहता हूं. वचन नहीं, आलोचना बातें करूंगा और मेरे अभिलाषा ईश्वर के वाद विवाद करना है. ഓക്കെ, ഇവിടെ ദൈവത്തോടൊരു ആലോചന ഈ ദൈവദാസൻ ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. यहाँ पर प्रभु से इस तरह वाद विवाद करने का एक उद्देश्य है. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ അങ്കിള് നാസിക്കിലായിരുന്നപ്പോൾ ഹന്നയെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഹന്ന തന്റെ കംപ്ലൈന്റ്സ്, തന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് തന്റെ ദൈവത്തോടായി. हम देखते हैं इसके पहले भी जब हम हन्ना के विषय में जब हमने सुना था वहां पर अन्ना परमेश्वर की उपस्थिति में आकर अपना शिकायतें वो कर रही थी, यानी कि जो भी विषय था वो प्रभु से कह रही थी. ഇവിടെ ആ അന്ന അവിടെ ഒരു പ്രശ്നത്തിലായപ്പോഴാണ് താൻ ഇങ്ങനെ ചെയ്തത്. और अन्ना जब तकलीफ में आई तब उसने ऐसा की. ഇവിടെയും ഇയ്യോബിനെ സംബന്ധിച്ച് ഇയ്യോബ് ഇവിടെ വലിയൊരു കഷ്ടത്തിൽ ഇപ്പോഴായിരിക്കുകയാണ്. उसी तरह अय्यूब का जीवन में भी अय्यूब एक बहुत बड़ा विपत्ति में आ चुका है. പക്ഷെ ഇയ്യോബിന്റെ ഒരു നല്ല ഗുണം ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്, തന്റെ കഷ്ടത്തിലും താൻ വേറെ ആരോടും ആലോചന ചോദിക്കാതെ അവിടെ താൻ പറയുന്നത് ഐ വുഡ് സ്പീക്ക് ടു ഓൾമൈറ്റി, അതായത് ഞാൻ സർവശക്തനോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ആലോചന ചോദിക്കുന്ന ആൾ ദൈവമാണ്. तो जब अय्यूब का जीवन में इस तरह क्लेश आते समय में यहाँ पर एक मनोहर बात हम क्या देखते हैं कि अय्यूब और किसी से उस क्लेश का या परिस्थिति का हल ढूंढता नहीं, बल्कि डायरेक्ट वो सर्वशक्तिमान परमेश्वर के पास जाकर वो वाद विवाद करके उसका परिस्थिति का अवस्था का सुकून या फिर किस तरह छुटकारा पा सके उस तरह की बातें वो परमेश्वर से मांगता है. ഇവിടെ ജെഎൻ ഡാർബി ട്രാൻസ്ലേഷൻ പറയുന്ന ഐ ഫൈൻഡ് പ്ലെഷർ ഇൻ റീസണിങ്, അതായത് ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ ജീവിതത്തിൽ ഒരു കാര്യം എന്താന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. और दूसरा एक जैन डार्बी बाइबल का पुस्तक में जब वहां पर उस पुस्तक में बाइबल में जब हम ये वाक्य को पढ़ते समय में वहां पर इस तरह लिखा है कि मैं प्रभु से अभिलाषा करता हूँ, ईश्वर से इस रीति से मुझको एक आग्रह है, मुझे एक इच्छा है, खुशी मिलता है जब इस तरीके से प्रभु से मैं उत्तर प्राप्त करने के लिए प्रभु से जब मैं बातें करता हूँ. तो നമ്മൾ മോശയെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവജനത്തോട് കഷ്ടം എടുക്കാൻ താൻ ആഗ്രഹിച്ചത് അവിടെ താൽക്കാലിക ഭോഗ ഇച്ഛ, അതായത് പാപത്തിന്റെ താൽക്കാലിക ഭോഗ ഇച്ഛയേക്കാൾ കർത്താവിന്റെ ജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് നല്ലതെന്ന് താൻ കണ്ടു. हम लोग इब्रानियों का पुस्तक में 11 अध्याय में मूसा के विषय में गवाही देखते समय में वहां पर हम उसका बारे में क्या गवाही देखते हैं कि कुछ समय के लिए जो सुख विलास जो मिस्र देश से उसको मिलने वाला है
उससे अच्छा अपने लोगों के साथ कष्ट सहना, मसीह के नाम में कष्ट सहना, उसको वो बातें ज्यादा उत्तम लगा। നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ടോ? क्या इस रीति से क्या हम भी प्रभु से कुछ बातों का जो विवाद हम करते हैं, वाद विवाद करते हैं क्या? ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. और जब मैं ऐसा कहते समय में ये बात मैं अपने आप से मैं कह रहा हूँ, കാരണം ഇവിടെ ഇയ്യോബിന്റെ പ്രശ്നം എന്താന്ന് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ പിന്നീടുള്ള അധ്യായങ്ങളിൽ താൻ ദൈവമായിരിക്കുന്ന സ്ഥലം അന്വേഷിച്ചു പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ വായിക്കും. इसके बाद हम आगे के अध्यायों के वाक्यों में पढ़ते समय में हम देखते हैं कि परमेश्वर का उपस्थिति या परमेश्वर का स्थान किधर है, ये सब बातों में वो खोज रहा था. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, उसका अय्यूब का पुस्तक में ही 23वां अध्याय वाक्य 3 में हम पढ़ते हैं, भला होता कि मैं जानता कि वह कहाँ मिल सकता है, तब मैं उसके विराजने के साथ तक जा सकता. അവൻ എവിടെ കാണുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. भला होता कि मैं जानता कि वो कहाँ मिल सकता है. ഇയ്യോബ് ഇത്രയ്ക്ക് ദൈവത്തെ അന്വേഷിയായി എന്ന് പറഞ്ഞാൽ കർത്താവ് ആയിരിക്കുന്ന സ്ഥലം താൻ വളരെയധികം ആഗ്രഹിച്ചു അത് കണ്ടുപിടിക്കാൻ. तो अय्यूब प्रभु के साथ का उस संगति में इतना गहराइयों में प्रवेश कर चुका था कि वो परमेश्वर को कहाँ ढूंढ सकता है, ढूंढेगा तो कहाँ मिल सकता है, उस स्थान तक को खोजने के लिए वो निकल पड़ा. എന്നാൽ അവിടെ ഇയ്യോബ് തന്നെ അവിടെ ഒരു സൊല്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. 22-ാം അധ്യായത്തിന്റെ അതിന്റെ മുമ്പിലത്തെ അധ്യായത്തിൽ उसका पहला अध्याय में, उसका दूसरा 22वां अध्याय में वहां पर അതിന്റെ 14-ാമത്തെ വാക്യം, उसका एक सुझाव भी हम देखते हैं वाक्य 14 में. 14-ാമത്തെ വാക്യം, 14 में हम इस तरह पढ़ते हैं, काली घटाओं से वह ऐसा छिपा रहता है कि वह कुछ नहीं देख सकता, वह तो आकाश मंडल ही के ऊपर चलता फिरता है. യെസ്, ആകാശമണ്ഡല, he walks in the circuit of heavens. वह तो आकाश मंडली के ऊपर चलता फिरता है. ആകാശമണ്ഡലത്തിൽ അവൻ ഉലാവുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇയ്യോബ് ദൈവത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. यहाँ पर भी देखो अय्यूब परमेश्वर को ढूंढने का कोशिश करता है. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്? क्या हम लोग परमेश्वर को इस रीति से कितना हम लोग खोजते हैं, ढूंढते हैं उनको? വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ മനസാക്ഷിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. हम लोग ये इस विषय में सच्चे मन से अपना विवेक को सामने रखते हुए हमें ये सवाल को पूछना है. ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം, ദാവീദ് യഹോവയെ കാണുന്ന ഒരു രംഗം നമുക്ക് കാണാം. സങ്കീർത്തനം 99-ാം അധ്യായം. हम लोग दाऊद परमेश्वर से मुठभेड़ करने या सामना करने का एक विषय को हम देखते हैं भजन संगीता 99 में. 99-1 उसका पहला वाक्य में हम पढ़ते हैं, അവൻ കെരൂബുകളുടെ ഇടയിൽ വസിക്കുന്നു. हमारा परमेश्वर जो वो केरूब पर विराजमान है. അവിടെ കണ്ടോ വേഴ്സ് 1 he sits between the cherubims. वो केरूब के बीच में विराजमान है. ഈ കെരൂബിന്റെ നടുവിൽ ഇവിടെ ദാവീദ് പറയാൻ കാരണം എന്താ? तो इस तरह का रीति से क्यों दाऊद कहता है कि परमेश्वर को वो इस रीति से देखा है या उधर निवास करता है? ഇവിടെ ദാവീദ് കെരൂബിന്റെ നടുവിലാണ് മേഴ്സി സീറ്റിനെ ഉണ്ടാക്കുമ്പോൾ അവിടെ കെരൂബുകൾ രണ്ട് വശത്തുമായിട്ട് നിർത്തണമെന്ന് മോശയോട് കർത്താവ് പറയുന്നുണ്ട്. हम देखते हैं कि जब परमेश्वर ने मूसा को कहा था कि जब तुम लोग अति पवित्र स्थान में जब तुम तंबू बनाओगे, उस तंबू के बीच में हम देखते हैं जो कृपासन बनाते समय में उसके आजू बाजू में 2 केरूबों को रखना करके वहां पर जब परमेश्वर ने मूसा को बताया था, वो बात दाऊद यहाँ पर याद करता है. നമുക്ക് എക്സോഡസ്, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. हम लोग चाहिए तो भाग पढ़ लेंगे. निर्गमन का पुस्तक അതിന്റെ 25-ാം അധ്യായം, उसका 25वां अध्याय, അതിന്റെ 18, 19, 20 വാക്യം. उसका 18, 19 और 20 में हम देखते हैं. ബ്യൂട്ടി പറഞ്ഞ വോയിസ് ക്ലിയർ അല്ല കേട്ടോ. സ്റ്റുഡ് അടുത്ത് വന്ന് വായിക്കുമായിരുന്നെങ്കിൽ നല്ല. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. സിംഹാസനത്തിന്റെ 2
അറ്റത്തും അടിച്ചുപണിയായി പൊന്നുകൊണ്ട് അവ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ രണ്ടറ്റത്തും ഉണ്ടാക്കണം. ഇവിടെ മോശയോട് ദൈവം പറയുമ്പോൾ ഈ രീതിയിലാണ് മോശയോട് ആ മേഴ്സി സീറ്റിനെ ആ കൃപാസനത്തെ ഉണ്ടാക്കാൻ ദൈവം കൽപ്പിക്കുന്നത്. यहाँ पर भी हम लोग पढ़ते समय में इस रीति से बनाने के लिए कहता है करके हम वहां पर हम देखते हैं. അതിന്റെ 22ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ अगर ഞാൻ 22वां वाक्य में കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യ പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അറിയിച്ചു. കണ്ടോ, ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സംസാരം കെരൂബുകളുടെ നടുവിൽ നിന്നാണ്. 22वां वाक्य पढ़ेंगे. और मैं उसके ऊपर रहकर तुझसे मिला करूंगा और इस्राएलियों के लिए जितनी आज्ञाएं मुझको तुझे देनी होगी उन सबों के विषय में प्रायश्चित की ढकने के ऊपर से और उन करूबों के बीच में से जो साक्षी पत्र की संदूक पर होंगे तुझसे वार्तालाप. उस करूबों के बीच में से मैं तुमसे वार्तालाप करूंगा, मैं तुमसे बातें करूंगा. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച കാര്യം, പഴയ നിയമത്തിൽ ഇങ്ങനെ ദൈവം ഒരു കൂടാരത്തിൽ ഈ ഒരു സ്ഥലത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ അവിടെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന വെമ്പൽ, മോശയ്ക്കും അഹരോനും ഉണ്ടാകുന്ന സന്തോഷം, അവിടെ അവർ എപ്പോഴും പോകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നു. तो यहाँ पर हम देखते हैं कि परमेश्वर भले ही पुराने नियम में इस रीति से अति पवित्र स्थान में तंबुओं में रहकर उस केरूबों के बीच में जब वो बात करते समय में लोगों के बीच में जो उतावला है और जो अहरोन और मूसा को इस तरह परमेश्वर बात कर रहा है देखकर, उस बात को खुशी देखकर उन लोग को तो बार बार आग्रह होता था प्रभु के पास जाकर इस अति पवित्र स्थान में जाकर प्रवेश करके बात करे करके. പക്ഷെങ്കിൽ അവിടെ കർത്താവ് മോശയോട് പറയുന്നുണ്ട്, നീ നിന്റെ സഹോദരനായ അഹരോനോട് ഒരു കാര്യം പറയണം, അവൻ എപ്പോഴും വിശുദ്ധ സ്ഥലത്തിലേക്ക് വരരുത്, കാരണം ഞാൻ അവിടെ പ്രത്യക്ഷനാകുന്നു. तो इसलिए परंतु हम एक बात की हम क्या देखते हैं, परमेश्वर मूसा को एक बात कहता है कि देख मूसा, तू अपना भाई को जो अहरोन है महायाजक को तू बताना कि वो बार बार मेरी अति पवित्र स्थान में वो नहीं आना, क्योंकि वो एक पवित्र अति पवित्र स्थान है जहां पर मैं आऊंगा और प्रकट होऊंगा. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 2-ാമത്തെ വാക്യം. लेव्य का पुस्तक उसका 16-2 में हम पढ़ते हैं. पढ़े. इस्राएलियों से कहो कि जिस पुरुष के प्रमेह हो तो वह प्रमेह के कारण से अशुद्ध ठहरे. 16-2 വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും നീ വരാം. ഇവിടെ നമ്മൾ കാണുന്നത് കണ്ടോ, 16-2 पढ़ेंगे. और यहोवा ने मूसा से कहा, अपने भाई हारून से कहा कि संदूक के ऊपर के प्रायश्चित वाले ढकने के आगे बीच वाले पर्दे के अंदर पवित्र स्थान में हर समय न प्रवेश करे. हर समय प्रवेश ना करे. ഇവിടെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് കൃപാസനത്തിന്റെ നടുവിലാണെങ്കിൽ പോലും അവിടെ എപ്പോഴുള്ള പ്രവേശനമില്ല. तो देखो यहाँ पर भले ही परमेश्वर वहां पर कृपासन में के बीच में आकर आता है और वार्तालाप करता है, प्रकट होता है, फिर भी बार बार अति पवित्र स्थान में प्रवेश करने के लिए महायाजक को भी अनुमति नहीं है. നമുക്കറിയാം, ഞാൻ ഒരു ദേവദാസൻ പറയുന്നത് ഇങ്ങനെ കേട്ടു, ഒരു ആർട്ടിക്കിളിൽ ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ അവിടെ ഈ മോശയുടെ 2 മക്കൾ മരിച്ചു വീണപ്പോൾ അവിടെ ഒരു ആള് വന്നിട്ട് അവിടെ പറയുകയാ, ദൈവം വളരെ ക്രൂരമായിട്ട് അവിടെ ഇടപെട്ടത്. मैंने एक बार ऐसा एक भाई को ऐसा बोलते हुए देखा, इसके बारे में मैंने पढ़ा भी था. जब वहां पर हम देखते हैं कि जब अहरोन के 2 बच्चे लोग ने आकर अन्य अग्नि चढ़ाने के बाद उनका मृत्यु हो गया, तो वो बोलने लगा कि देखो परमेश्वर कितना कठोर रीति से वहां पर कार्य किया है, क्रूरता से कार्य किया. അപ്പൊ ആ ദേവദാസൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, तो उसका जवाब में एक प्रभु का दास ने ये सुना और वो प्रभु का दास ने इस तरह कहा, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, बहुत बार हमें एक ऐसा बातें है जो हम समझ नहीं सकते, और वो ये है कि ദൈവം ആരാണെന്നും നമ്മൾ ആരാണെന്നുമുള്ള ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. बहुत बार हम कौन है, हमारा अवस्था क्या है, और परमेश्वर कौन है, उनका अवस्था क्या है, ये बात का फर्क नहीं जानने की वजह से ऐसा गलतियां हमसे होता है. ഈ കൃപാസനത്തിൽ ഇവിടെ
ഈ അഹരോൺ എപ്പോഴും വരുമ്പോൾ തന്റെ വരവും തന്റെ പോക്കും ഒക്കെയും വിശുദ്ധമല്ലെങ്കിൽ അഹരോൻ ആണെങ്കിൽ പോലും അവിടെ മരിച്ചു വീഴും. हम देखते हैं कि पुराने नियम में महायाजक भले वो अति पवित्र स्थान में जाते समय में उस कृपासन की उपस्थिति में आते समय में उसका उस कृपासन के अंदर प्रवेश करना, यानी अति पवित्र स्थान में प्रवेश करना और सही रीति से बाहर निकलना, वो चाल चलन अगर उसका पवित्रता ही में अगर नहीं रहा, यानी कि परमेश्वर ने जिस रीति से बोला है उस रीति से अंदर बाहर वो प्रवेश नहीं करेगा, भले ही वो अहरोन क्यों ना हो, भले ही वो महायाजक क्यों ना हो, वो वहां पर मर जाएगा. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജനത്തിനും ദൈവത്തിനും മധ്യ അഹരോൻ മധ്യസ്ഥ ചെയ്യുകയാണ്. പക്ഷെ അഹരോന് വേണ്ടി അഹരോൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ മധ്യസ്ഥ ചെയ്യാനായിട്ട് അവിടെ രക്തത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഇല്ല എങ്കിൽ അഹരോന് നിൽക്കാൻ സാധിക്കത്തില്ല. हम देखते हैं कि अहरोन वहां पर क्यों अंदर प्रवेश कर रहा है, वो लोगों के लिए, परमेश्वर के बीच में और मनुष्य के बीच में एक मध्यस्थ को प्रतिबिंबित करते हुए अहरोन वहां पर जा रहा है. परंतु हमें अहरोन का अवस्था जरा देखो, अहरोन को प्रतिबिंबित करने के लिए कौन है, उसके लिए प्रायश्चित करने के लिए कौन है, वो तो क्या कर रहा है, वो लहू लेकर जा रहा है, जो जिसके वजह से वो योग्य रीति से प्रवेश करने का अनुमति परमेश्वर कुछ समय के लिए दे रहा है. എന്നാൽ ഇത് കാണുന്ന എബ്രായ ലേഖനക്കാരൻ ഇങ്ങനെയാ പറയുന്നത്, അന്ന് അങ്ങനത്തെ പ്രവേശനം സാധ്യമല്ലായിരുന്നു എങ്കിൽ ഇന്ന് എത്രയോ വിപരീതമാണ്, എത്രയോ നമുക്ക് എത്ര വലിയ പ്രവേശനമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിധൈര്യമായി കൃപാസനത്തിന് മുൻപിൽ വരാൻ ദൈവം അവസരം ഒരുക്കുകയാണ്. लेकिन इब्रानियों का पुस्तक में 10वां अध्याय में जब पढ़ते समय में पुराने नियम में इस तरह का रीति से उन लोगों को संभाल के अगर जाना पड़ रहा था, तो नए नियम में कितना अद्भुत रीति से है जो प्रभु ने हमारे लिए वो रास्ता और नया और जीवित रास्ता खोलकर रखा है कि कोई भी समय में हम लोग प्रवेश कर सकते हैं. 4:16 എബ്രായ ലേഖനം 4:16 പറയുന്നത്, इब्रानियों का पुस्तक 4:16 में हम इस तरह हम पढ़ते हैं, നമുക്ക് കൃപ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും. അവിടെ ഒന്ന് വായിക്കാം 4:16. 16 पढ़ेंगे. इसलिए आओ കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയല്ല. इसलिए आओ हम अनुग्रह के सिंहासन के निकट हियाव बांधकर चले कि हम पर दया हो और वह अनुग्रह पाए जो आवश्यकता के समय हमारी सहायता करता है. നമുക്ക് എത്രയോ ആശ്വാസമാണ് സഹോദരന്മാരെ. കാരണം നമ്മൾക്ക് ഇപ്പോൾ കൃപ കിട്ടുവാൻ, നമുക്ക് സഹായത്തിനുള്ള കൃപ കിട്ടുവാൻ, അനുഗ്രഹം കിട്ടുവാൻ, നമുക്ക് ദൈവത്തിന്റെ ആ കരുണ ലഭിപ്പാൻ, നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എത്തിച്ചെല്ലുവാൻ ഒരു സ്ഥലം ദൈവം ഒരുക്കി എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി കണ്ടാൽ, അത് നമുക്ക് കാണാൻ പറ്റാത്തത് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ നിയമത്തിന്റെ വളരെ കഠിനതയെ നമ്മൾ പ്രയാസപ്പെടുന്നതുകൊണ്ടാണ് നമുക്കിപ്പം പുതിയ നിയമത്തിലെ ഇത്ര വലിയ ആക്സസ്, ഇത്ര വലിയ പ്രവേശനം ദൈവം നൽകിയതിന്റെ അനുഗ്രഹം മനസ്സിലാവാത്തത്. इसके लिए हम लोग आज हमें कितना भाग्यशाली लोग हैं कि प्रभु ने हमें इस तरह की कोई भी समय में, यानी कि आवश्यकता के समय में हम लोग कभी भी प्रभु की उपस्थिति में उसका निकट आ सकते हैं, अनुग्रह प्राप्त कर सकते हैं, दया प्राप्त कर सकते हैं, धैर्य से हम लोग आ सकते हैं. ये सब बातों का गंभीरता हम लोग को क्यों समझ में नहीं आ रहा है? क्योंकि पुराने नियम में परमेश्वर को जब अति पवित्र स्थान में कार्य करने के विषय में महायाजक जाते समय में वो कितना गंभीर और कितना स्ट्रिक्ट का अवस्था में था, जहां पर उनको कितना संभाल कर जाना पड़ता था. वो गंभीरता जो पुराने नियम में है और नए नियम में कितना आसानी से हमें है, ये बात का सही रीति का अर्थ फर्क हम नहीं जान पा रहे. इसके लिए आज हम लोग ये सब बातें हल्के से लेते हैं. നമുക്ക് ഈ 16-ാം അധ്യായത്തിൽ തന്നെ ലേവ്യർ 16-ന്റെ വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. लेवी का पुस्तक 16:13 में जब पढ़ते समय में वहां पर एकदम स्पष्ट रीति से हम लोग देख सकते हैं 16:13 में, മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിന്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കോണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടും. യെസ്, അവിടെ ധൂപവർഗം തീയിലിട്ടാണ് താൻ മറവിൽ താൻ അവിടെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ കാണുന്നത്. 16:13 पढ़ेंगे. उस धूप को यहोवा के सम्मुख आग में डाले, जिससे धूप का धुआं साक्षी पुत्र के ऊपर के प्रायश्चित के ढकने के ऊपर छा जाए, नहीं तो वह मर जाएगा. तो देखो वहां पर पुराने नियम में महायाजक उस धूप के ऊपर को, वो कमरा पूरा धूप से भरा हुआ है, उस धूप धुआं के वजह से है महायाजक बच गया है.
നമുക്ക് നമ്മൾ കർത്താവിന്റെ മുൻപിൽ നമ്മൾ വരുമ്പോൾ നമ്മള് ഞാൻ എന്റെ കാര്യം തന്നെ പറയുക, നമ്മൾ കർത്താവിന് മുമ്പിൽ വരുമ്പോൾ ചില കാര്യത്തോട് നമ്മൾ അടുക്കുമ്പോൾ ദൈവം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ കർശനമായിട്ട് ദൈവം അത് ചെയ്യരുത് എന്ന് പറയുകയും നമ്മൾ പിന്നീട് അത് ചെയ്യുകയും കാണുകയും ചെയ്താൽ പിന്നീട് ദൈവത്തിന് നമ്മളോടുള്ള കൂട്ടായ്മയിൽ ഒരു ഭംഗം വരികയും പിന്നീട് അത് റീസ്റ്റോർ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നീട് നമ്മൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിലുള്ള സന്തോഷവും അതിന്റെ ഒരു സമാധാനവും പ്രത്യേകതയാണ് സഹോദരന്മാരെ. ये मेरा विषय में मैं कहना चाहता हूँ, जब प्रभु हमसे एक बात कहता है कि ये बात नहीं करने के लिए फिर भी हम लोग कर बैठते हैं, तो जिसकी वजह से क्या होता है, प्रभु के साथ का हमारा संगति टूट जाता है। हम देखो प्रभु कभी हमारे ये काम नहीं करने के विषय में, उस विषय जो नहीं करना चाहिए उस विषय में प्रभु बहुत स्ट्रिक्ट रहता है, क्योंकि प्रभु चाहता है कि हम वो बात नहीं करें, फिर भी हम लोग कर बैठते हैं, जिसकी वजह से वो संगति से हम लोग दूर हो जाते हैं। परंतु वही संगति से वापस दोबारा जुट जाने के लिए हमें फिर करने वाला जो कार्य है, जो प्रभु के द्वारा किया हुआ कार्य, उसके बाद हमें प्रभु के साथ मेल मिलाप हो जाने के बाद फिर हमको जो खुशी जो हमारे अंदर रहता है, वो खुशी से भर जाने के बाद जो काम प्रभु ने मना करने बोला था वो एकदम खुशी से हम लोग नहीं करते, क्योंकि हमें मालूम है प्रभु के साथ का वो संगति टूट गया था, वापस वो संगति नहीं टूटना चाहिए बोलकर हम अपने आप को बहुत संभालते हैं। फिर നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ അടിമകളാക്കുവല്ല, ദൈവം നമ്മളെ സ്വതന്ത്രരാക്കുക. അവിടെ ദൈവം പറയുക, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തെ അവിടെ അടിയറ വെക്കുമ്പോഴാണ് അവിടെ ദൈവം മഹത്വം ചെയ്യുന്നത്. हम लोग पाप से हम लोग स्वतंत्र पाकर फिर हम लोग पाप के जो गुलाम में थे उस गुलाम से बचकर वापस हम लोग मसीह के गुलाम हो गए। बोलने के बाद मसीह में प्रभु हमको एक गुलामी में बंधन में फंसा के रखने का विषय वहां पर नहीं है, क्योंकि प्रभु हमको पूरा आजादी देता है, हम क्या करना चाहिए क्या नहीं करना चाहिए, हमें स्वयं इच्छा का स्वतंत्रता प्रभु ने हमको दिया है। परंतु इसमें आनंद किस बात का है कि प्रभु के विषय में मैं अभी मसीह में मेरा नया जन्म होने के बाद, इसलिए आज से मैं ये निर्णय लेता हूं कि मैं प्रभु का इच्छा का मैं कार्य करूंगा करके, ये जब स्वयं इच्छा से जब हम लोग निर्णय लेते हैं, इस निर्णय में जब मैं लेते समय में मेरा स्वयं को, मेरा अहंकार को मैं खत्म कर सिर्फ प्रभु का इच्छा को मैं पूरा करूंगा, ये स्वयं इच्छा में करने के लिए एक बहुत बड़ा आनंद और खुशी होता है, जिससे प्रभु की ओर का संगति में हमें और आनंद मिलता है। നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ ക്ഷീണമാണ്, പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് വളരെയധികം പ്രയാസമാണ്. ഇതൊക്കെയും ദൈവം കണ്ടിട്ട് ദൈവം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള മോട്ടിവേഷൻ തരുന്ന ഒരു ഉപമ നമുക്ക് പ്രത്യേകം കർത്താവ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. हम जानते हैं कि हमारे विषय में, प्रार्थना का विषय में भी आते समय में हमें कितना कभी कभी हमको तकलीफ लगता है, एक त्रास होता है, एक बहुत एक विषय लगता है, ये बोझ जैसा हो जाता है प्रार्थना करने का विषय में भी, कि हम लोग को प्रार्थना कर, क्योंकि हमें प्रार्थना करना तो सही आता नहीं है, फिर भी प्रभु हमें प्रार्थना का विषय में एक दृष्टांत के साथ प्रभु का प्रार्थना का आसान बात है करके एक दृष्टांत से प्रभु बताता है। അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ, लूका का सुसमाचार 18 अध्याय में അതിന്റെ 1 തൊട്ട് 8 വരെ വാക്യം വായിച്ചാൽ നമ്മൾക്ക് ഭയങ്കര ഒരു പ്രചോദനം നൽകുന്ന വേദഭാഗമാണ്. 18 का 1 से 8 तक पढ़ते समय में एक बहुत ही आनंद और एक प्रोत्साहन देने वाला बात है ये। 1 से 8 पढ़ेंगे जल्दी। फिर उसने इसके विषय में कि नित्य प्रार्थना करना और यह न छोड़ना चाहिए उनसे यह दृष्टांत कहा कि किसी नगर में एक न्यायी रहता था जो न परमेश्वर से डरता था और न किसी मनुष्य की परवाह करता था, और उसी नगर में एक विधवा भी रहती थी जो उसके पास आकर कहा करती थी कि मेरा न्याय चुकाकर मुझे मुर्दई से बचा। उसने कितने समय तक तो न माना, परंतु अंत में मन में विचार कर कहा, यद्यपि मैं न परमेश्वर से डरता और न मनुष्यों की कुछ परवाह करता हूँ, तो भी यह विधवा मुझे सताती रहती है, इसलिए मैं उसका न्याय चुकाऊंगा। कहीं ऐसा ना हो कि घड़ी घड़ी आकर अंत को मेरा नाक में दम करे। प्रभु ने कहा, सुनो कि यह अधर्मी न्याय क्या कहता है। सो क्या परमेश्वर अपने चुने हुओं का न्याय न चुकाएगा जो रात दिन उसकी दुहाई देते रहते, और क्या वह उनके विषय में देर करेगा? मैं तुमसे कहता हूँ वह तुरंत उनका न्याय चुकाएगा। तो भी मनुष्य का पुत्र जब आएगा तो क्या वह पृथ्वी पर विश्वास पाएगा? ഇവിടെ എത്ര മനോഹരമായ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. यहाँ पर कितना एक मनोहर बात को हम यहाँ पर हम देखते हैं।
ഈ വിധവ അവിടെ വരുന്നത് ഈ ന്യായാധിപതിയെ കുറിച്ചും ഈ വിധവയെ കുറിച്ചും നല്ല വിവർത്തനം ഇവിടെ പറയുന്നുണ്ട്. यहाँ पर वो जो न्याय करने वाला और जो विधवा है दोनों के विषय में एक अच्छा विवरण यहाँ पर दिया है. ഈ ന്യായാധിപതി ദൈവത്തെ ഭയക്കാത്തതും അന്യായമായ ന്യായാധിപതിയാണ്. हम जानते हैं कि ये न्याय अधिकारी वो परमेश्वर से भी डरता नहीं है और अन्याय रीति से काम भी करता है. ഈ വിധവയ്ക്ക് അതൊന്നും അത്ര വിഷയമല്ല. അന്യായമായ ന്യായാധിപതി എങ്ങനെയാണെന്നുള്ളതല്ല, ഈ വിധവയ്ക്ക് എങ്ങനെങ്കിലും ആ വിധവയുടെ പ്രതിയോഗിയോട് പ്രതികാരം ചെയ്യണമേ എന്നുള്ളൊരു കംപ്ലൈന്റ് കൊണ്ടാണ് ഇവിടെ വരുന്നത്. तो ये विधवा जानती है कि ये न्याय अधिकारी कैसा है करके, परंतु वो स्वभाव वो सब बातें नहीं देखता है. क्या ये सब काम होगा क्या नहीं होगा, ये मनुष्य सही है या झूठा आदमी है, उस न्यायाधीश के विषय में कोई भी वैसा विचार ना करते हुए वो तो बस अपना शिकायत को बस वो लेकर आ रही है ताकि उसको न्याय मिल सके, उसके साथ इंसाफ हो सके, वो बात को पूरा हो सके, इसके लिए वो बस आ रही है न्याय के पास. ഇവിടെ ഈ വിധവ എത്ര പ്രാവശ്യം അവിടെ വന്നു എന്നത് രേഖപ്പെടുത്തിയിട്ടില്ല. यहाँ पर ये तो लिखा नहीं है कि विधवा कितने बार वो न्याय के पास आया, പക്ഷെ പലപ്പോഴും വന്നതായിട്ട് ഈ ന്യായാധിപതി പറയുന്നുണ്ട്. परंतु वो न्याय कहता है कि ये विधवा तो बहुत बार मेरे पास आया है करके. 5ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലും വിധവ, അവിടെ വായിക്കാം 5ാമത്തെ വാക്യം മലയാളത്തിൽ. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അവിടെ 5ാമത്തെ വാക്യത്തിൽ हिंदी में, तो भी यह विधवा मुझे सताती रहती है, इसलिए मैं उसका न्याय चुकाऊंगा, कहीं ऐसा ना हो कि घड़ी घड़ी आकर अंत को मेरा नाक में दम करे. ഇവിടെ ഘടി ഘടി ആക്കർ, അതായത് അവളുടെ നിരന്തരമായ വരവ് ഈ ന്യായാധിപതി അസഹ്യപ്പെടുത്തിയെന്ന ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ और कंटिन्यूअल कमिंग वेरीज मी. हाँ, तो वो आप अंग्रेजी बाइबल में पढ़ते समय में ये विधवा बार बार आकर मुझे परेशान कर रही है, इसलिए अभी तो मुझे इसका न्याय करना पड़ेगा, नहीं तो आगे चलकर फिर से वो घड़ी घड़ी आकर मेरा नाक में दम करेगी. കണ്ടോ, ഇവിടെ ഈ അന്യായം ചെയ്യുന്ന ന്യായാധിപതിയോട് ഈ വിധവ എത്ര തവണ വന്ന തന്റെ കാര്യം ബോധിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ ഈ ന്യായാധിപതി പറയുന്നതാ ഇവിടെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഈ ന്യായാധിപതി പറയുക, ഇവൾ എപ്പോഴും വരുന്നത് കൊണ്ട് ഞാൻ ഇവളുടെ കാര്യം സാധിച്ചേക്കാം, ഞാൻ ഇവളുടെ പ്രതിയോഗിയോട് ഞാൻ പ്രതികാരം ചെയ്യുകയും അവളുടെ കാര്യത്തെ ഞാൻ അവിടെ സൊല്യൂഷൻ അവൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പറയുന്നു. അവിടെ ഇങ്ങനത്തെ ഒരു ന്യായാധിപതി ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിരന്തരം എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടത്തില്ലയോ എന്നുള്ള ചോദ്യം അവിടെ കർത്താവ്. वहां पर देखो ना कि ये अधर्मी न्याय का गवाही देखो क्या कहता है कि ये विधवा स्त्री बार बार आके तो मुझे परेशान किया है, अभी मुझे क्या करना पड़ेगा, ये विधवा का जो भी बातें है जल्दी से मुझे उसका न्याय चुकाना पड़ेगा, नहीं तो फिर से वो घड़ी घड़ी आकर मुझे नाक में दम करेगी. ये किसका गवाह है? एक अधर्मी न्याय, जो उस शहर का अधर्मी न्याय है, जो कभी भी जो परमेश्वर से भी नहीं डरता और मनुष्य का भी कुछ भी परवाह नहीं करता. ऐसा व्यक्ति अगर बार बार लोग आकर सबको सताएगा तो वो अगर न्याय देगा तो जरा सोचो, क्या परमेश्वर की उपस्थिति में आएंगे तो क्या प्रभु हमको न्याय नहीं करेगा? क्या हमारा प्रार्थना नहीं सुनेगा? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു വട്ടം വരുമ്പോൾ തന്നെ എല്ലാ കാര്യവും സാധിക്കാൻ നോക്കല്ലേ. तो सबसे पहली बात हमें ये बात समझना है कि पहले बार ही प्रभु की उपस्थिति में पहले बार आएगा तो ये सब बातें पूरा हो जाएगा करके ऐसा ना सोचे. നമ്മൾ ഒരു വട്ടം വരുമ്പോൾ തന്നെ നമ്മുടെ കാര്യം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കാര്യം വളരെയധികം പെട്ടെന്ന് നടക്കണം എന്നുള്ള ഒരു വാഞ്ചയോടെ ആഗ്രഹത്തോടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ തെറ്റിപ്പോയി. കാരണം അവിടെ കർത്താവ് വേഗം, നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാണ്, ദൈവം ആരാണ്. तो सबसे हम लोग जब प्रभु की उपस्थिति में आते हैं समय में हम लोग सोचकर आते हैं कि प्रभु मैं एक ही बार बोलूंगा और वो सब आप सुन लेना कर लेना करके इस तरह का विचार और धारणा लेकर आते हैं तो हमने प्रभु का अवस्था को समझा नहीं है, क्योंकि हम लोग कौन है और परमेश्वर कौन है. എന്നാൽ ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ വന്നാൽ ഈ വിധവയ്ക്ക് കിട്ടിയ ന്യായത്തെക്കാളും ഇവിടെ അന്യായമായ ന്യായാധിപതിയാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നാൽ നീതിമാനായ, വളരെ ശുഷ്കാന്തിയുള്ള, വളരെ നീതിമാനായ, ഒരു നിഷ്കളങ്കയുള്ള ഇത്ര വലിയ ഒരു ന്യായാധിപതി ദൈവം നമുക്കായിരിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിന് വേഗത്തിൽ തന്നെ, അവിടെ കണ്ടോ 8ാമത്തെ വാക്യം വായിക്കുന്നത്, നമ്മളുടെ കാര്യം വേഗത്തിൽ ചെയ്യുമെന്ന കർത്താവ് പറയാം. तो यहाँ पर देखो, यहाँ पर का विषय क्या है? एक अधर्मी न्याय था जिसने उस विधवा को इंसाफ दिलाया, न्याय किया,
अगर ऐसा है तो हमारा परमेश्वर का विषय में देखो, वो अधर्मी नहीं है बल्कि वो तो धर्मी प्रभु है। वो सब बातें नेक से और ईमानदारी से और सच्चा मन से करने वाला हमारा परमेश्वर की उपस्थिति में वो आएगा तो वो क्या करेगा, मनुष्य का विषय, मनुष्य का जो भी बातें हैं वो बहुत ही तुरंत रीति से वो न्याय चुकाएगा। अगर जब हम प्रभु में आएंगे तो वाक्य 8 में हम पढ़ते हैं, നമ്മുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് നമ്മൾ ഒരു പാപം നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ അത് ഏറ്റുപറഞ്ഞ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നല്ലൊരു നിരപ്പ് പ്രാപിച്ച് നമ്മൾക്കൊരു കൂട്ടായ്മയിൽ പോകുമ്പോഴായിരിക്കും നമ്മളെ വീണ്ടും ഒരു പാപം അലട്ടുന്നത്. വീണ്ടും ഒരു പാപത്തിൽ നമ്മൾ വീണ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കർത്താവിന്റെ അടുത്ത് പോകാൻ ഒരു മടിയാകും. കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചിന്തയുണ്ട്, കർത്താവെ ഞാൻ ഇങ്ങനെ വന്നിട്ട് പിന്നെയും ഞാൻ തെറ്റിപ്പോയല്ലോ, ഇനി നിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാത്തത്. यस यस हम एक बात हम देखते हैं, कई बार ऐसा मेरे जीवन में हुआ है और ये शायद आप लोग का भी अनुभव होगा। एक बार की हम लोग प्रभु की उपस्थिति में मैंने तुरंत कुछ गलती करने की वजह से मेरा प्रभु के साथ रिश्ता तो दूर हो गया था, लेकिन तुरंत मैंने मन फिराया और प्रभु के साथ मेरा रिश्ता जुड़ गया। उसी समय में जब मेरा प्रभु के साथ मेरा सही चाल चलन चल रहा था, उसी समय में क्या आता है, एक दूसरा पाप आता है। उस दूसरा पाप आकर क्या हो गया, मैं उस दूसरा पाप में गिर गया। तब हमारा अवस्था क्या है, हमारा विचार क्या होता है, हम लोग तुरंत क्या सोचते हैं, अरे हम लोग जल्दी आलस हो जाते हैं क्योंकि हम लोग को प्रभु की उपस्थिति में आने का मन नहीं करता, क्योंकि हम क्या सोचकर डर जाते हैं, अरे अभी अभी मैंने कि प्रभु की उपस्थिति में आया था, मन फिरा होकर आया था, अभी क्या प्रभु फिर से मुझे प्रभु की उपस्थिति में मुझे आने होगा क्या, क्या परमेश्वर मुझे स्वीकारेगा क्या, इस तरह का शक का बातें हमारे अंदर आता है। ഇവിടെ 7ാമത്തെ വാക്യത്തിൽ നമ്മളൊന്ന് വായിക്കാം. हम लोग 7वां वाक्य अगर हम पढ़ेंगे तो, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലേ, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി ഇവിടെ बात पढ़ेंगे हिंदी में। सो क्या परमेश्वर अपने चुने हुओं का न्याय न चुकाएगा जो रात दिन उसकी दुहाई देते रहते, और क्या वह उनके विषय में देर करेगा। ഇവിടെ നമ്മൾ എത്രമാത്രം, നമ്മൾ ചിലപ്പം 2 പാപം നമ്മൾ ചെയ്താലും നമ്മൾ വീണ്ടും ചിലപ്പം വീഴും. പക്ഷെങ്കിൽ നമ്മുടെ പ്രശ്നം നമ്മൾ അവിടെ മടിക്കുകയാണ്. ഇവിടെയാണ് സാത്താൻ മുതലെടുക്കുന്നത്. यहाँ पर देखो, हम लोग शायद दिन में 2 या 3 पाप करेगा, लेकिन क्या होता है, दूसरा और तीसरा पाप में हम लोग इतना आलस हो जाते हैं कि परमेश्वर की उपस्थिति में आने के लिए हमें डर लगता है, क्योंकि वो हमें स्वीकारेगा क्या नहीं करके, इस तरह का शक होता है। ये इस विषय पर है शैतान हमारा फायदा उठाता है। നമുക്കറിയാം, യോശുവ പുരോഹിതൻ തന്റെ വസ്ത്രം അവിടെ മോശമായ നിലയിൽ മലിനമായ നിലയിൽ അവിടെ കണ്ടപ്പോൾ അവിടെ പിശാച് തന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, നീ നിന്റെ ദാസനല്ലേ ഇവനെ ഒന്ന് നോക്കുക, ഇവന്റെ അവസ്ഥ ഇവൻ നിന്റെ മുന്നിൽ വരാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറ്റം വിധിക്കുമ്പോൾ അവിടെ ഈ യോശുവ പുരോഹിതനോട് ദൈവം വന്നിട്ട് നിന്റെ ഈ ഉടുപ്പ്, നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ മുന്നിൽ യോഗ്യമായ രീതിയിലല്ല എന്നും അവിടെ അങ്ങനത്തെ ഒരു കാര്യം യോശുവയോട് പറയുന്നേ ഇല്ല. അവിടെ സാത്താനോട് പറയുന്നത്, ഞാൻ ഇവനെ തീക്കനലിൽ നിന്നും എടുത്ത തീക്കൊള്ളിയല്ലയോ. हम लोग जब देखे योशुआ याजक के विषय में जब हम पढ़ते समय में हम देखते हैं कि उसका वस्त्र में जब एक छोटा सा खराबी आ गया, दाग आ गया, तो जिसकी वजह से क्या हो गया, शैतान आकर परमेश्वर को बोलता है, देखो ये क्या, ये तेरा दास नहीं जो तेरा सेवा करता है, अब देखो उसमें उसका वस्त्र इतना खराब हो गया है, अब ये व्यक्ति अयोग्य हो गया है, क्या ये तेरे उपस्थिति में आने के लिए योग्य नहीं, ये सचमुच तेरा दास नहीं। इस तरह उस भविष्यवक्ता उस याजक के बारे में जब योशुआ याजक के बारे में जब शैतान इतना बुराई बोलते हैं समय में, परमेश्वर आकर योशुआ याजक को डांटता नहीं है, या तूने ऐसा किया, ऐसा क्यों किया बोलकर ये सब बातें नहीं बोलता, बल्कि वो शैतान को उत्तर देता है, ये वो व्यक्ति है जो मैंने इसका आग का भट्टी से निकाल कर उसको मैंने शुद्ध किया है करके। ഇവിടെ കണ്ടോ, നമുക്കത് വായിക്കാം. സെക്കറിയ പുസ്തകം 3-ാം അധ്യായം. हम लोग जकरिया का पुस्तक 3रा अध्याय में हम देखते हैं, അവിടെ സാത്താൻ തന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് അവനെ റെസിസ്റ്റ് ചെയ്യുകയും അവിടെ 2ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, 2ാമത്തെ വാക്യം സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭർത്തിക്കുന്നു, സെക്കറിയ യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർത്തിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട പൊള്ളിയല്ലയോ എന്ന് കണ്ടു. पढ़ेंगे जकरिया 3:2। तब यहोवा ने शैतान से कहा, हे शैतान, यहोवा तुझको घुड़के, यहोवा जो यरूशलेम को अपना लेता है वही तुझको घुड़के, क्या यह आग से निकाली हुई लुट्टी सी नहीं है।
ഇവിടെ കണ്ടോ, ഇവിടെ അത്ഭുതകരമായ, ഇവിടെ വളരെ മനോഹരമായിട്ട് ഇവിടെ സാത്താൻ പറയുന്നത് തെറ്റാണെന്ന് ദൈവം പറയുന്നില്ല. यहाँ पर ऐसा नहीं परमेश्वर यहोवा कहता कि शैतान तू झूठ बोल रहा है या गलत बोल रहा है करके. അവൻ എങ്ങനെ ആയിരുന്നോട്ടെ, പക്ഷെ അവന് വേണ്ടി നിൽക്കുന്നത്, അവനെ എടുക്കുന്നത് ഞാനാണ്. ആ തീ, നമ്മൾ ഒരു തീക്കനലിൽ അല്ലെങ്കിൽ തീയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കിടക്കുമ്പോൾ അത് ഒരാൾ എടുക്കുന്ന സമയത്ത് ആ എടുക്കുന്ന ആളുടെ കൈ അവിടെ കൊള്ളുക. हम देखो, क्योंकि यहाँ पर प्रभु यहोवा यहाँ पर शैतान को उत्तर क्या देखता है, देखो उसका अवस्था कैसे भी क्यों ना रहने दो, परंतु मैं हूँ जो उसके साथ व्यवहार कर रहा हूँ, मैं जो उसको आग का भट्टी से निकाल कर, वो एक लुट्टी के समान है. क्योंकि हम देखते हैं कि जब भी आग का भट्टी में कुछ भी वस्तु गिर जाता है और जो भी कोई उस आग का भट्टी में हाथ डालने जाएगा वो व्यक्ति का हाथ जल जाता है. ഇവിടെ കർത്താവ് കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ യോശുവയെ അവിടെ എടുക്കുന്നത്. तो प्रभु जब योशुआ को वहां पर उस आग का भट्टी से निकालते समय में प्रभु स्वयं ही कष्ट सहकर वेदना से उसको उस भट्टी से निकाल रहा है. അവിടെ എന്നിട്ട് യോശുവയോട് തിരിഞ്ഞ് നോക്കിയിട്ട് യോശുവയുടെ ആ അവസ്ഥ കണ്ടിട്ട് യോശുവയോട് ഒന്നും പറയാതെ അവിടെ അടുത്ത് നിൽക്കുന്ന ദാസന്മാരോട് കർത്താവ് കൽപ്പിക്കുക, വേഗത്തിൽ അവിടെ ഒരു പുതിയ ഉടുപ്പ് റെയ്മെന്റ് കൊണ്ടുവന്നിട്ട് ഇവനെ ധരിപ്പിക്കണം, ഇവന്റെ ഈ ഫിൽത്തി ഗാർമെന്റ് അത് എടുത്തു കളയണം എന്ന് വേഗം തന്നെ കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. और फिर वहां पर वाक्य 4 में जब हम पढ़ते समय में वहां पर हम देखो प्रभु का व्यवहार देखो, योशुआ को बोल डांटता या फटकारता नहीं है, बल्कि वो अपने दासों को बुलाकर कहते हैं तुरंत तुम जाओ और वो मैला हुआ वस्त्रों को निकालो और एक अच्छा सुंदर वस्त्र उसको पहना दो करके ये परमेश्वर का आज्ञा आया. ഇത് നമ്മളോട് ചെയ്തിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? क्या हे प्रियो, क्या प्रभु ने ऐसे ही हमारे साथ नहीं किया है क्या? നമ്മൾ മുഷിഞ്ഞ വസ്ത്രം, നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണെന്ന് യെശയ്യാവ് പറയുക. हम यशायाह में पढ़ते समय में हमारा सारा धर्म के कार्य एक मैला हुआ वस्त्र के समान है. എന്നാൽ നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തിന് മുൻപാകെ വരുമ്പോൾ നമ്മുടെ ഈ നീതി പ്രവർത്തികൾ തന്നെ നമ്മുടെ വസ്ത്രത്തിന് കളങ്കമാണെന്ന് സാത്താൻ നമ്മളെ ആരോപിച്ചാലും അവിടെ ദൈവം നമ്മളെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ദൈവം അവിടെ അത് മാറ്റിയിട്ട് നമുക്ക് ദൈവത്തിന്റെ നീതിയുടെ ആ ഒരു ഉടുപ്പ് നമ്മളെ ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ ദൈവം മുൻപാകെ നീതിമാനായി നിർത്തുകയാണ്. और हमारा प्रभु कितना महान है, हमारा परमेश्वर कितना महान है. जब शैतान आकर बोलता है देखो जो वस्त्र शुरुआत में प्रभु ने हमको पहनाया था वही महिला नहीं, उसमें अगर थोड़ा गंदगी आ गया तो भी परमेश्वर वो गंदगी को देखकर वो हमें धुटकारता नहीं है, बल्कि अपना पुत्र यीशु मसीह के द्वारा हमें एक अच्छा और भी सुंदर वस्त्र, एक स्वच्छ वस्त्र पहनने का विषय में वो एक सुझाव देकर हमें एक वस्त्र पहनाकर हमें शुद्ध करता है. हमें उसके ऊपर आरोप लगाकर हमें डांटता है या नाश नहीं करता. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത് അവിടെ ദാവീദ് പാപം ചെയ്തു കഴിയുമ്പോഴൊക്കെ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്താലും ഞാൻ ദൈവത്തോട് ഞാൻ എന്തെങ്കിലും തെറ്റായ നിലയിൽ എന്റെ നിലവാരമായാലും ഞാൻ ഓടിപ്പോയി ഒളിക്കുന്നത് ദൈവത്തിങ്കിലേക്കാ. मैं इस विषय में दाऊद को जब मैं बहुत मानता हूँ, क्योंकि मैं दाऊद का गवाही क्या है, मैंने इतना बड़ा अपराध किया, इतना बड़ा गुनाह मैंने परमेश्वर के खिलाफ किया है, तो भी मेरा बचाव के लिए, मेरा शरण स्थान को मैं पाने के लिए मैं यहोवा के पास ही मैं जाऊंगा, भले ही मैंने उनके खिलाफ कार्य क्यों ना किया हो. 143 സങ്കീർത്തനം അതിന്റെ 9 വാക്യം നമ്മൾ വായിച്ചാൽ 143 143 verse അതിന്റെ 8-9 നമ്മൾ വായിച്ചാൽ उसका 8 और 9 में हम देखते हैं. 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എന്റെ പ്രാണനെ ഉയർത്തും, ഞാൻ മുകളിലോട്ട് നോക്കും, ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ സോൾ. എന്നിട്ട് പറയുക, എന്റെ ശത്രുക്കളിൽ നിന്നും എന്നെ വിടുവിക്കാനായിട്ട് ദൈവം ഇറങ്ങി വരുന്ന അങ്ങനെയല്ല പറയുന്നത്, അവിടെ ഞാൻ തന്നെ ഓടിപ്പോവാ, അവൻ എന്നെ മറയ്ക്കും. तो उसका पढ़ेंगे 8 का 9. क्योंकि मैं अपना मन तेरे ही ओर लगाता हूँ, हे यहोवा मुझे शत्रुओं से बचा ले, मैं तेरे ही आड़ में आ छिपा हूँ. देखो वहां पर दाऊद खुद अपना शत्रु से खुद लड़कर बचकर आ रहा है, ऐसा नहीं है, बल्कि शत्रु उसके पीछे आते समय में वो यहोवा को बोल रहा है तू मुझे बचा ले, क्योंकि और मैं तेरे आड़ में आकर मैं छुप जाऊंगा, तब मैं वो सच्चा छुटकारा मुझे मिलेगा. ഇത്ര നല്ല ദൈവം പ്രിയപ്പെട്ടവരെ നമ്മൾക്കുള്ളത്. इतना भला परमेश्वर है हमारा जो हमें चला रहा है. നമ്മൾ അവിടെ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് തന്നെ ഞാൻ പാപം. वहां पर भजन संगीता में हम देखते हैं दाऊद कहता है कि यहोवा मैंने तो आप ही के खिलाफ मैंने पाप किया था. അവിടെ ആദം പാപം ചെയ്ത് ദൈവത്തിന്റെ മുൻപാകിൽ നിന്ന് ഓടിപ്പോയി ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ദൈവം തന്നെ ആദമിനൊരു ഉടുപ്പുണ്ടാക്കി ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ തക്കവണ്ണം ആദമിനെ ഒരുക്കുക.
हम देखते हैं कि उत्पत्ति का पुस्तक में भी जब आदम ने पाप किया और परमेश्वर की उपस्थिति से दूर भागते समय में, तब यहोवा परमेश्वर ही है आदम को ढूंढते ढूंढते उसके पास आया और उसको वापस यहोवा के सामने योग्य रीति से खड़ा रहने के लिए यहोवा खुद एक वस्त्र बनाकर उसको तैयार करता है। നമ്മളുടെ ഓടിപ്പോക്ക് കർത്താവിങ്കിലേക്ക് ആകട്ടെ. इसके लिए आओ, हमारा जो बचने का जो स्थान है, हमारा शरण का स्थान है, वो परमेश्वर से दूर नहीं परंतु वापस परमेश्वर की ओर में ही वो छुपने का स्थान को हम ढूंढे। നമ്മുടെ കുഴപ്പം, നമ്മുടെ പ്രശ്നം, ദൈവത്തെ, കർത്താവിനെ നമ്മൾ രക്ഷിതാവായി ഒരിക്കൽ സ്വീകരിച്ചപ്പോൾ അവിടെ കൊണ്ട് തീർന്നു. ഇനി ദൈവത്തെ എന്നെ രക്ഷിച്ചല്ലോ, ആ ഒരു നിലയിൽ മാത്രം നമ്മൾ പരിമിതിപ്പെടുത്തുകയാണ് ദൈവത്തെ. हम लोग बहुत बार क्या करते हैं, हम लोग बोलते हैं अरे प्रभु को मैंने एक बार मेरा उद्धार करता मैंने स्वीकार लिया ना, मैंने मन फिरा लिया ना, बस मेरा प्रभु के साथ का रिश्ता जुड़ गया ना, अभी आगे का क्या है चलता है ना बोलकर इस तरह के बातों से प्रभु के साथ का रिश्ता को हम लोग बहुत छोटा करते हैं। ये हमारा ऐसा गलत विचार है। കണ്ടോ, അവിടെ ദാവീദ് പറയാ 142ന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാ, ഞാൻ എന്റെ വലത്ത് ഭാഗത്തോട്ട് നോക്കി അവിടെ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടില്ല, എന്റെ ആശ്രയമൊക്കെയും അവിടെ ഫെയിൽ ആയിപ്പോയി, ഒരു മനുഷ്യനും എന്റെ ദേഹിക്ക് വേണ്ടി എന്റെ പ്രാണന് വേണ്ടി കരുതിയില്ല, എന്നാൽ ഞാൻ നിലവിളിച്ചപ്പോൾ കർത്താവ് തന്നെ എന്റെ പോഷനായി, ദൈവം തന്നെ എന്റെ ഭാഗമായിരിക്കുകയാണ് നമ്മൾ വായിക്കുന്നത് 4-5. भजन संगीता 142 का 4 और 5 पढ़ेंगे। मैंने दाहिने ओर देखा परंतु कोई मुझे नहीं देखता है, मेरे लिए शरण कहीं नहीं रही, न मुझको कोई पूछता है, हे यहोवा मैंने तेरी दुहाई दी है, मैंने कहा तू मेरा शरण स्थान है, मेरे जीते जी तू मेरा भाग है। तो ये दाऊद के जीवन में वो स्वयं प्रभु को ही अपना भाग बनाया, क्योंकि उसके आसपास कोई नहीं था उसको बचाने के लिए। ഇവിടെ നമ്മൾ ഇത് ദാവീദിന്റെ പല ഭാഗത്തും നമുക്ക് വേറൊരു 145ന്റെ 19-ാമത്തെ വാക്യത്തിൽ 18-ാമത്തെയും 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവ സമീപസ്ഥൻ, അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണെന്ന്. അത് മാത്രമല്ല 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ കരയുന്ന എല്ലാവർക്കും അവൻ കേൾക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. हम लोग भजन संगीता ऐसा बहुत से वाक्य है दाऊद जो अपना शरण के विषय में यहोवा की उपस्थिति में आता है। हम लोग उदाहरण के लिए अगर भजन संगीता 145 का 18-19 पढ़ेंगे तो जितने यहोवा को पुकारते हैं अर्थात जितने उसको सच्चाई से पुकारते हैं उन सबों के वो निकट रहता है, वो अपने डरवैयों की इच्छा पूरी करता है और उनकी दुहाई सुनकर उनका उद्धार करता है। ഇവിടെ കണ്ടോ, ഇവിടെ ഉദ്ധാർ കിട്ടിയ, രക്ഷ കിട്ടിയ ദേവദാസൻ പറയുക, എനിക്ക് ഒരു വട്ടം രക്ഷ കിട്ടിയാ പോരാ, എനിക്ക് എപ്പോഴും കർത്താവിനെ ആവശ്യമായി വന്നിരിക്കുക. കാരണം എന്റെ എല്ലാ അവസ്ഥയിലും എന്റെ ഏതൊരു പാപത്തിന്റെ അവസ്ഥ നമ്മളിൽ വെളിപ്പെട്ടാൽ, കർത്താവെ എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നീ രക്ഷിച്ചേ പറ്റൂ എന്നുള്ള ആന്തരികമായ വാഞ്ചയും ആഗ്രഹവും നമ്മളിൽ നിന്നും ഉളവാകുമ്പോഴാണ് കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ വളരെ ധൈര്യത്തോടെ അവന്റെ മുൻപിൽ ഓടിപ്പോകാൻ പറ്റുന്നത്. आमेन आमेन। यहाँ पर देखो, वहां पर दाऊद को पहले से उद्धार मिल चुका है, हमारा उद्धार पहले से हो गया है, लेकिन यहाँ का विषय क्या है, एक बार उद्धार मिलने के बाद भी बार बार वो यहोवा की उपस्थिति में ही जा रहा है, क्योंकि दाऊद जानता है कि कोई भी परिस्थिति क्यों ना हो, कितना भी कठिनाई क्यों ना हो, मुझे बार बार मुझे उद्धार चाहिए, हर एक दिन मुझे उद्धार चाहिए, उस सारा उद्धार में मुझे प्रभु ही मेरा मदद कर सकता है करके इस तरह वो प्रभु के पास जा रहा है। उसी तरह हमें भी प्रभु की उपस्थिति में हर परिस्थिति में एक बार उद्धार पाया काफी नहीं, लेकिन बार बार प्रभु की उपस्थिति में जाना है, क्योंकि वही हमारा शरण स्थान है और सब बातों का हल हमारा प्रभु में है। ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വേറൊരു സ്ഥലത്ത് ദാവീദ് പറയുകയാണ്, രാത്രിയാമങ്ങളിൽ എന്റെ അന്തരങ്ങൾ എന്നോട് സംസാരിക്കും. കാരണം എന്താണെന്നറിയാവോ, ദൈവമാണ് എനിക്ക് ആലോചന പറഞ്ഞത്. वहां पर दाऊद दूसरा जगह परिस्थिति से इस रीति से कहता है कि जब मैं रात को सोते समय में मेरा अंदरूनी भाग मुझसे बात करते रहता है। ऐसा क्यों है? क्योंकि उस सोते समय में भी यहोवा है जो मुझे अपना वचन देकर मुझसे वार्तालाप करता है। സങ്കീർത്തനം 16-ാം അധ്യായം അതിന്റെ 7-8 വാക്യം, उसका 16 का 7 और 8 में हम पढ़ते हैं। അവിടെ 8-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം ആണ് അങ്ങനെ പറയുന്നത്. वापस उसका 7 और 8 में पढ़ते समय में वहां पर हम इस तरह हम देखते हैं, मैं यहोवा को धन्य कहता हूँ क्योंकि उसने मुझे सम्मति दी है, वरन मेरा मन भी रात में मुझे शिक्षा देता है। मैंने यहोवा को निरंतर अपने सम्मुख रखा है, इसलिए कि वह मेरे दाहिने हाथ रहता है, मैं कभी न डगमगाऊंगा। നമ്മുടെ അന്തരംഗം നമ്മുടെ ടീച്ചർ ആവുകയാണ്, നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആളാകുകയാണ്. हमारा अंदरूनी भाग जो है, यहाँ पर मन लिखा है, यानी कि अंदरूनी भाग जो है
वो मुझे हमें शिक्षण देता है, वो हमारा एक शिक्षक गुरु बन जाता है। കാരണം എന്താ? എന്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ സാക്ഷ്യം വന്നു കഴിഞ്ഞു, ദൈവം സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഈ അന്തരംഗം എന്നെ രാത്രിയാമങ്ങളിലും എന്നോട് ഇൻസ്ട്രക്ട് ചെയ്ത് എന്നെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? आमीन। वो ऐसा क्यों है कि मेरा अंदरूनी भाग मुझे गवाही देता है, मुझे शिक्षण देता है? वो क्यों? क्योंकि मेरा अंदरूनी भाग में यानी कि मेरा मनुष्य आत्मा में प्रभु पहले से ही आ चुका है, प्रभु का गवाही उसमें आ चुका है, जिसके वजह से जब मैं रात को सोते समय में मेरा मन यानी कि मेरा अंदरूनी भाग वो मेरा गुरु बनकर मुझे शिक्षा देता रहता है, मुझे मेरा चाल चलन कैसा होना चाहिए मुझे बताता है। അതുകൊണ്ട് 8ാമത്തെ വാക്യം പറയുന്നത് അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. जिसकी वजह से वाक्य 8 में कहता है कि इसके वजह से क्या हो गया है, मेरा उसका वाक्य 9 में अब मेरा मन जो है इस कारण मेरा मन मेरा हृदय एकदम आनंदित हो चुका है। കർത്താവ് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന എത്ര വലിയ വാഗ്ദാനങ്ങളും എത്ര വചനത്താൽ എത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചു. हमारा प्रभु हमें इस तरह का आनंद अगर मिल रहा है, मतलब प्रभु ने कितना अधिक रीति से अपने वचनों के साथ अपने वाक्यों के साथ वचनों के साथ प्रभु हमें हमारे अंदर कार्य कर रहा है। നമുക്ക് ഒരു വാക്യം കൂടെ മാത്രം വായിച്ച് അതിന്റെ 12ാം അധ്യായം 12ന്റെ 5ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുന്നു. സങ്കീർത്തനം 12ന്റെ 5. भजन संहिता 12 का 5 में भी इस तरह हम देखते हैं, ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ സേഫ് ആക്കും, ഞാൻ അവരെ രക്ഷിക്കുമെന്നാ കർത്താവ് പറയുന്നത്. 12 का 5 पढ़ेंगे। दीन लोगों की लूट जाने और दरिद्रों की कन्हाने के कारण परमेश्वर कहता है, अब मैं उठूंगा, जिस पर वे पुकारते हैं उसे मैं चैन विश्राम दूंगा। और जो मेरे उपस्थिति में आकर इस तरह अपेक्षा करता है, पुकारते हैं, उनको मैं तुरंत आकर मैं चैन दूंगा। നമുക്ക് അവസാന നിമിഷത്തിൽ ദൈവം വിധിക്കുമ്പോൾ, നമ്മളെ ന്യായം വിധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവം പരിശോധിക്കുന്നത്. ദൈവം നമ്മുടെ ആലോചനകൾ എങ്ങനെ, 1 കൊരിന്ത്യർ 4-5 വാക്യം പറയുന്നത്, ദൈവം നമ്മുടെ കൗൺസിൽ ഓഫ് ഹാർട്ട്സ്, നമ്മുടെ ഹൃദയത്തിന്റെ ആലോചനകളെ പരിശോധിക്കും. हम लोग देखते हैं अंतिम समय में जब प्रभु जब हमारा न्याय लेगा, प्रभु की उपस्थिति में उस बीमा सीट में जब न्याय करते समय में उसका 1 कोरिन्थी 4 का 5 में जब हम पढ़ते हैं कि वो हमारा अंदरूनी भागों को यानी कि हमारे मनों के विचारों को है जो उसको जिसको प्रभु हमारा उसको परखेगा, उसका परीक्षा लेगा, मनों की जो मतियों को वो प्रकट कराएगा। हमारे अंदर का जो भी रहस्य बातों को है, अंदरूनी भागों का, वो भी छुपा हुआ बातों का प्रभु उसका लेखा लेगा, वहां पर उसका बातों का परीक्षा होगा। യോബ് പറയുകയാണ്, ദൈവത്തിന്റെ രഹസ്യ ആലോചനകൾ എന്റെ കൂടാരത്തിലായിരിക്കും. अय्यूब कहता है कि मेरा जो भी प्रभु की उपस्थिति का जो रहस्य बातें हैं वो मेरा तंबू में हुआ। കർത്താവ് നമ്മളെ അധികമായി സഹായിക്കും. इस विषय में प्रभु हमको और गहराई से प्रभु हमें सहायता करे। प्रेज़ द लॉर्ड।